ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പണമിടപാടുകൾ ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ കർശന നിരീക്ഷണത്തിലാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതകൾ ആർക്കൊക്കെയാണെന്നും കാരണങ്ങളും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അടുത്ത കാലത്തായി ബാങ്കുകൾ, മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ, ബ്രോക്കറേജ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയ വിവിധ നിക്ഷേപ പ്ലാറ്റ്ഫോമുകൾക്കൊപ്പം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പൊതുജനങ്ങൾക്ക് പണമിടപാടുകൾക്ക് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പരിധിയിൽ അധികമാകുന്ന ആർക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നോട്ടീസ് ലഭിച്ചേക്കാം. കള്ളപ്പണത്തിനും നികുതി വെട്ടിപ്പിനുമെതിരെയുള്ള വിശാല ശ്രമത്തിൻ്റെ ഭാഗമാണ് പണമിടപാടുകളിലുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉയർന്ന ജാഗ്രത. അനധികൃത വരുമാനം മറയ്ക്കാൻ പണമിടപാടുകൾ പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്നു. കൂടാതെ ഇത്തരം ഇടപാടുകളിൽ പരിമിതികൾ ഏർപ്പെടുത്തി നികുതി വെട്ടിപ്പ് തടയാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ലക്ഷ്യമിടുന്നു. പണമിടപാടുകൾ സംബന്ധിച്ച പുതിയ നിയന്ത്രണങ്ങൾ പൊതുജനങ്ങൾക്ക് ചില അസൗകര്യങ്ങൾ ഉണ്ടാക്കുമെങ്കിലും സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നിന്നും പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നതിന് ഈ നടപടികൾ എന്തൊക്കെയെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ചെറിയ തെറ്റുകൾ പോലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടീസ് ലഭിക്കാൻ കാരണമായേക്കാം. അതിനുള്ള കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ബാങ്കുകളിലെ ഫിക്സഡ് ഡിപ്പോസിറ്റുകളിലെ ക്യാഷ് ഡിപ്പോസിറ്റ് 10 ലക്ഷം കവിയാൻ പാടില്ല എന്ന് നിർബന്ധമാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിലധികം ഫിക്സഡ് ഡിപ്പോസിറ്റുകളിൽ നിർദ്ദിഷ്ട പരിധി കവിയുന്നുണ്ടോ എന്ന് ഇപ്പോൾ ബാങ്കുകൾ വെളിപ്പെടുത്തേണ്ടതാണ്. ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ട് ഡിപ്പോസിറ്റുകൾ. ബാങ്ക് അക്കൗണ്ടുകളിലെ പണനിക്ഷേപം ഇന്ത്യയിൽ കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. സേവിങ്സ് അക്കൗണ്ടുകൾക്ക് വാർഷിക ക്യാഷ് ഡിപ്പോസിറ്റ് പരിധി 10 ലക്ഷം രൂപയാണ്. അതായത് ഒരു സേവിങ്സ് അക്കൗണ്ട് ഉടമയ്ക്ക് ഒരു സാമ്പത്തിക വർഷം 10 ലക്ഷം രൂപയിൽ കൂടുതൽ പണമായി നിക്ഷേപിക്കാൻ കഴിയില്ല. ഈ പരിധി കവിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നോട്ടീസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. കറണ്ട് അക്കൗണ്ടുകളിൽ ക്യാഷ് ഡിപ്പോസിറ്റിൻ്റെ പരിധി 50 ലക്ഷം രൂപയാണ്. എന്നിരുന്നാലും ഒരു സാമ്പത്തിക വർഷം 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഡിപ്പോസിറ്റോ വിഡ്രോവലോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കേണ്ടതാണ്. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾക്ക് 1 ലക്ഷം രൂപയോ അതിലധികമോ പണമടച്ചാൽ നികുതി വകുപ്പിനെ അറിയിക്കേണ്ടതാണ്. കൂടാതെ ഒരു സാമ്പത്തിക വർഷം ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾക്കായി 10 ലക്ഷം രൂപയോ അതിലധികമോ പണമടയ്ക്കുന്നവർ അത് നികുതി വകുപ്പിന് വെളിപ്പെടുത്തേണ്ടതാണ്. ഇതിനായി ഫോം 61A ഫയൽ ചെയ്ത് ഇത്തരം ഇടപാടുകൾ റിപ്പോർട്ട് ചെയ്യാം. റിയൽ എസ്റ്റേറ്റ് വിൽപ്പനയ്ക്കോ വാങ്ങാനോ ഉള്ള ട്രാൻസാക്ഷനുകൾ. ഇന്ത്യയിൽ 30 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഉള്ള ഏതെങ്കിലും ഇടപാടുകൾ നികുതി വകുപ്പിനെ അറിയിക്കാൻ പ്രോപ്പർട്ടി രജിസ്ട്രാർമാർ ബാധ്യസ്ഥരാണ്. ഓഹരികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, കടപ്പത്രങ്ങൾ, ബോണ്ട് നിക്ഷേപങ്ങൾ. മുകളിൽ പറഞ്ഞവയിൽ ഒരു സാമ്പത്തിക വർഷം പരമാവധി 10 ലക്ഷം രൂപയെ നിക്ഷേപിക്കാൻ സാധിക്കൂ. ഈ പരിധി കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടീസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.